ഇന്ന് നമ്മൾ നോക്കാൻ പോണ എന്താണ് നമ്മുടെ ഹൈഡ്രോളിക് ലിഫ്റ്റ്. അതിൻ്റെ ഒരു പടം ഞാൻ വരച്ച് ഇവിടെ കാണിച്ചു തരാം, സാമ്പിൾ പടം. അപ്പോൾ ഈ ഒരു സാമ്പിൾ പടം നിങ്ങൾ ജസ്റ്റ് ഒന്ന് ഈ സാമ്പിൾ പടം നിങ്ങൾ നോക്കൂ. ഈ സാമ്പിൾ പടത്തിൽ നിങ്ങൾക്ക് സൂക്ഷിച്ച് നോക്കിയാൽ ഒരു കാര്യം കാണാം. ഒരു സൈഡ് വലിപ്പം കൂടുതലും ഒരു സൈഡ് വലിപ്പം കുറയും. അപ്പോൾ ഞാൻ ഇവിടെ ഒരു പിസ്റ്റൺ കൊടുക്കുകയാണ്. പിസ്റ്റൻ്റെ കളർ ഞാൻ ജസ്റ്റ് ഒന്ന് മാറ്റുകയാണ്. പിസ്റ്റൻ ഒരു ഏത് കളർ കൊടുക്കാം? പിസ്റ്റൻ നിങ്ങൾ പറയൂ. നിങ്ങൾക്ക് പറയാൻ പറ്റത്തില്ല. ഞാൻ ഒരു പിസ്റ്റന് ചുവപ്പ് കളർ കൊടുത്തു. ഓക്കെ, ചുവപ്പ് കളർ കൊടുത്തു. ഇതാണ് നമ്മളെ പിസ്റ്റൻ എന്ന് വെച്ചു. ഇതാണ് പിസ്റ്റൻ. കണ്ടോ? ഈ ഒരു പിസ്റ്റൻ ഇവിടെ പിസ്റ്റൻ ഇങ്ങനെയാണ് ഇരിക്കുന്നത്. ഈ പിസ്റ്റനിൽ നിന്ന് ഇവിടെയാണ് നമ്മളെ കാർ ഇരിക്കുന്നത്. എന്താണ് കാർ ഇരിക്കുന്നത്? ഇവിടെയാണ്. വളരെ എളുപ്പമായിട്ടല്ലേ ഞാൻ പറഞ്ഞിരുന്നത്. ഇതിൻ്റെ മണ്ടയ്ക്കാണ് കാർ ഇരിക്കുന്നത്. ഇവിടെ നമുക്ക് ഇവിടെ കാറാണ്. ആ നീല കളർ കാറാണ്, എഴുതാൻ പറ്റണില്ല. അപ്പോൾ നമുക്ക് ഇനി ഫ്ലൂയിഡ് കാണിക്കണം. ഇവിടെ ഫ്ലൂയിഡ് ഉണ്ട്. ഇവിടെ കുറച്ച് ഫ്ലൂയിഡാണ് ഇങ്ങനെ. ഞാൻ നീല കളർ ഫ്ലൂയിഡാണ്, കണ്ടോ? ഈ ഫ്ലൂയിഡാണ് ഇങ്ങനെ കൊടുത്താൽ, അല്ലെങ്കിൽ ഫുള്ള് നീല കളർ കൊടുക്കാം. ഓക്കെ, ഇത് ഫുള്ള് ഫ്ലൂയിഡാണ്, കണ്ടോ? ഇവിടെ ഫ്ലൂയിഡ് ഇങ്ങനെ നിറച്ച് വെച്ചിരിക്കുന്ന ഒരു സ്ഥലമാണ്. ഇനി അടുത്ത പിസ്റ്റൺ എന്ന് പറയുന്നത് നമുക്കൊരു മഞ്ഞ കളർ കൊടുക്കാം. ഇതിൻ്റെ പിസ്റ്റൺ ചെറിയ പിസ്റ്റണാണ്. നിങ്ങൾക്ക് സൂക്ഷിച്ച് നോക്കിയാൽ കാണാം, ചെറിയ പിസ്റ്റണാണ്. അപ്പോൾ നമുക്ക് രണ്ട് കാര്യങ്ങൾ കിട്ടി. രണ്ടാമത്തെ പിസ്റ്റൺ ഇവിടെ നമുക്ക് വാട്ടർ. ഇനി ഒരു ഡീറ്റെയിൽ ആയിട്ട് ഞാൻ ഒന്ന് വരച്ചാണ്. അപ്പോൾ ഞാൻ വരച്ചിട്ടുണ്ട്. ഇനി നമുക്ക് നോക്കാം. ഇതിനെ ഞാൻ ഇവിടെ F2, അതായത് ഇവിടെ F2ഉം ഇവിടുത്തെ ഫോഴ്സിനെ F1 എന്നും കൊടുത്തു. അതേപോലെ ഞാൻ ഇവിടത്തേന് പ്രഷർ 1ഉം പ്രഷർ 2ഉം കൊടുത്തു. അപ്പോൾ പാസ്കൽ പറയുന്നത് എന്താണ്? പാസ്കൽ പറയുന്നത് F1ഉം A1. ഇവിടെ ഏരിയ 1 എടുത്തില്ലല്ലേ. ഇവിടെ ഞാൻ P1ന് വരെ A1 കൊടുത്തു. ഇവിടെ P2ന് വരെ A2 കൊടുത്തു. അപ്പോൾ പാസ്കൽ പറയുന്നത് ഭയങ്കര വലിപ്പമായിപ്പോയില്ലേ. അപ്പോൾ പാസ്കൽ പറയുന്നത് F1/A1 എന്ന് വെച്ചാൽ F2/A2. അതായത് F1ഉം F2ഉം ഫോഴ്സും രണ്ട് സൈഡിലെ ഫോഴ്സ് ഈക്വൽ ആയിരിക്കുമെന്നാണ്. അപ്പോൾ ഇതല്ല മെയിൻ ഇക്വേഷൻ. ഇത് വെച്ചിട്ട് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. അങ്ങനെയാണെങ്കിൽ നമുക്ക് മെയിൻ ഇക്വേഷൻ വരുന്നത് F2 എന്ന് പറയുന്നത് ഈസ് ഈക്വൽ ടു F2 എന്ന് പറയുന്നത് ഇവിടെ നോക്കാം. F2 എന്ന് പറയുന്നത് F1 ഇൻറ്റു A2 അല്ലേ, A2/A1. അപ്പം ഇതാണ് നമ്മുടെ പാസ്കൽ ലോ പ്രകാരം പാസ്കൽ പറയുന്നത്. ഇതിൻ്റെ ആപ്ലിക്കേഷൻ, അതായത് ഹൈഡ്രോളിക് ലിഫ്റ്റ് എന്ന് പറയുന്ന ആപ്ലിക്കേഷനിൽ, അതായത് പാസ്കൽ ലോൻ്റെ ആപ്ലിക്കേഷനിൽ വരുന്ന ഇതാണ്. പാസ്കൽ ലോൻ്റെ ആപ്ലിക്കേഷനിൽ വരുന്ന ഒരു മാറ്ററാണ് നമ്മുടെ ഹൈഡ്രോളിക് ലിഫ്റ്റ്. ഞാൻ ഇപ്പോൾ ഇവിടെ വരച്ച ഈ ഒരു ഹൈഡ്രോളിക് ലിഫ്റ്റ് എന്ന് പറയുന്നത് ഇത്. അതായത് ഇവിടെ ഒരു മനുഷ്യൻ, ഞാൻ ഇനി കൊടുക്കുന്നത് ഒരു പിങ്ക് കളറാണ്. ഇവിടെ നിന്ന് നമ്മളൊരു ചെറിയ സ്മാൾ ഫോഴ്സ് കൊടുത്താൽ ഈ ഫ്ലൂയിഡ് വഴി ഇത് ഇങ്ങനെ പോവുകയും ഇവിടെ ഒരു ബിഗ് പ്രഷർ, അതായത് ഇവിടെ വോളിയം അല്ലെങ്കിൽ ഇവിടുത്തെ ഏരിയ കൂടുതൽ, ഇവിടുത്തെ ഏരിയ കൂടുതലാണ് ഇവിടുത്തെ. അതുകൊണ്ട് തന്നെ ഇവിടെ ചെറിയ ഫോഴ്സ് കൊടുത്താലും ഇത് മേളിലോട്ട് പൊന്തും, കണ്ടു? ഇവിടുത്തെ ഫോഴ്സിൽ. അത്രയേ ഉള്ളൂ പാസ്കൽ ലോ പറയുന്നത്. അപ്പോൾ ഇത് പഠിച്ചു വെച്ചു. ഇതിൽ മെയിൻ ഇക്വേഷനായിട്ട് വരുന്നത് ഇത് ചിലപ്പം ന്യൂമറിക്കൽസ് അയച്ചു ചോദിക്കാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. താങ്ക്സ്. സബ്സ്ക്രൈബ്. പിന്നെ നിങ്ങളെല്ലാവരും ഒരു സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്.